കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്നും അകന്ന് മാറുക. കർത്താവിനെ ഭയപ്പെടുക, തിന്മയിൽ നിന്നും അകന്ന് നിൽക്കുക. സുഭാഷിതം 3-ാം അധ്യായം 7-ാം വാക്യം. തിന്മ ചെയ്യുന്നതിന്, തിന്മയിൽ ജീവിതം നയിക്കപ്പെടുന്നതിന്, അതെത്ര കഠിനമായ തിന്മയായിക്കൊള്ളട്ടെ, അവയിൽ മുൻപോട്ട് പോകുന്നതിന് യാതൊരു കുത്തലുമില്ലാതെ ജീവിക്കുന്നവരുണ്ട്. എത്ര നാളിങ്ങനെ ഈ തിന്മ അനുഭവത്തിൽ തുടരും? ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തെങ്ങലുണ്ട്, വേണ്ടായിരുന്നു എന്ന്. എപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ നന്മയുടെ ചായ്വുണ്ട് എന്ന് നമുക്കറിയാം. പരിശുദ്ധ മാമോദീസായാൽ മുദ്ര കുത്തപ്പെട്ടവരാണ് നമ്മൾ. അതിനാൽ തന്നെ ഒരൽപ്പം മിന്നൽ വെളിച്ചം, പരിശുദ്ധാത്മാവിൻ്റെ നന്മ നിന്നിലുണ്ടല്ലോ. ജീവിത സാഹചര്യങ്ങൾ പലതും അങ്ങനെ ഒരു തിന്മ അനുഭവത്തിലേക്ക് നീങ്ങാനുള്ള ഒരു പ്രേരണയും ഒരു വഴിയുമൊക്കെ തുറന്നു തരുമ്പോൾ ഒന്ന് ആലോചന പോലും, ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാവണം, ഞാൻ കർത്താവിൻ്റെ മകനാണ്, മകളാണ്. അതാണ് കർത്താവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞതിനർത്ഥം അതാണ്. ഒരു ദൈവ വിചാര മനസ്സിലുണ്ടാവണം. കർത്താവാണ് നിന്നെ നയിക്കുന്നത് എന്ന്, കർത്താവിൻ്റെ മകനും മകളുമാണ് ഞാൻ എന്നുള്ള സ്മരണ ഹൃദയത്തിലുണ്ടാപ്പോൾ നമുക്ക് തിന്മയിൽ നിന്ന് അകന്നിരിക്കാൻ അത് തന്നെ ഒരു മതിയായ കാരണമായി വരുമെന്ന് വചനം പറയുകയാണ്. കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകലാൻ അതൊരു ഒരു സേഫായ ഡിസ്റ്റൻസ്, കംഫർട്ടബിളായ ഒരു അകലം തിന്മയിൽ നിന്ന് പാലിച്ച് നിൽക്കണം. കാരണം എന്താ അറിയാമോ? അകലം പാലിച്ചില്ലെങ്കിൽ അതിലേക്ക് വീഴാനുള്ള സ്വാഭാവികമായ ടെൻഡൻസി ഉണ്ടാകും. അത്ര കൗശലപൂർവ്വമാണ് തിന്മയുടെ സ്വാധീനങ്ങൾ നമുക്ക് ചുറ്റും നിൽക്കുന്നത്. തിന്മയാണോ നന്മയാണോ എന്ന് പോലും മനസ്സിലാവാൻ പറ്റാത്ത വിധത്തിൽ കൗശലപൂർവ്വമായി സാത്താൻ അതിനെ പൊതിഞ്ഞ് സുന്ദരമാക്കുമ്പോൾ വീഴാനുള്ള സ്വാഭാവികമായ പ്രവണത വളരെയേറെയാണ്. അതുകൊണ്ട് നല്ലൊരു അകലം തിന്മയോട് പാലിക്കാൻ, ഒരു സമരസപ്പെട്ടു പോകാനല്ല, മറിച്ച് അതിൽ നിന്ന് അകലം പാലിച്ച് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ ഭയപ്പെടും. കർത്താവിനുള്ള ഭയം ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. അത് നഷ്ടപ്പെട്ടു പോയാൽ, ആ ഭയം അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ, കർത്താവാണ് നിൻ്റെ ഉള്ളിലുള്ള ആ ഒരു നോട്ടവും ആ ഒരു ശബ്ദവും ആ ഒരു വേലിക്കെട്ടും ജീവിതത്തിൽ നന്യമായി പോയാൽ പാപം നിനക്ക് സ്വന്തമായി മാറും. പാപത്തിൻ്റെ മുറ്റത്ത് നീ വീഴും. ദൈവം അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹമാവട്ടെ ഇന്നത്തെ ദിവസം. ആമേൻ.